കുറ്റവും പാപവും പിന്നെ ശിക്ഷയും. അപ്പൊ കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സമുദായം, അതല്ലെങ്കിൽ ഒരു രാജ്യം, ഒരു രാഷ്ട്രം, ഒരു സെറ്റ് ഓഫ് പീപ്പിൾ അവർ ജീവിക്കുന്ന ആ കാലത്തിലും ആ സമൂഹത്തിലും ആ സംസ്കാരത്തിലും ഒക്കെ പെടുന്ന കാര്യങ്ങളെ അവയുടെ മറ്റ് രാഷ്ട്രീയവും സാംസ്കാരികവും ജനാധിപത്യപരവും ഒക്കെ, ജനാധിപത്യപരമാണെങ്കിൽ മതപരമാണെങ്കിൽ മതപരവും ഒക്കെ ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പരിശോധിച്ച് കുറ്റങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുകയും ആ കുറ്റങ്ങൾക്ക് വേണ്ട ശിക്ഷകളുടെ ഒരു പട്ടിക തയ്യാറാക്കുകയും ചെയ്യും. അല്ലെ? കൊലപാതകം നടത്തിയാൽ ഇന്ന ശിക്ഷ, ഏത് കൊലപാതകം നടത്തിയാലാണ് ഇന്ന ശിക്ഷ എന്ന്, ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് തൂക്കിലേറ്റി കൊല്ലുക എന്നുള്ളതാണ്. വേറെ രാജ്യങ്ങളിൽ അത് വിഷം കൊടുത്തു കൊല്ലുക എന്നുള്ളതായിരിക്കും. വേറെ ചില സ്ഥലങ്ങളിൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതായിരിക്കും. വേറെ ചില കാലങ്ങളിൽ തല ചെത്തിക്കളയുന്ന ഗില്ലറ്റിന് ഉപയോഗിച്ചിട്ടുള്ള രീതിയായിരിക്കും. വേറെ ചില സ്ഥലങ്ങളിൽ, ചില കാലങ്ങളിൽ, ചില പ്രത്യേക സാമൂഹിക സാഹചര്യങ്ങളിൽ കൂട്ടത്തോടെ ലോറിയിൽ കൊണ്ടുവന്ന് ഒരു ചേംബറിനകത്ത് അടച്ചിട്ട് വിഷവാതകം കയറ്റി കൊല്ലുക എന്നുള്ളതായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓഷ്വിറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകളെ, ജൂതന്മാരെ, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ ഗ്യാസ് ചേംബർ കണ്ടുപിടിക്കാൻ സയൻസിന്റെ ഒരു കണ്ടെത്തലാണ് കേട്ടോ. സയൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സയൻസ് കണ്ടെത്തിയ ഒരു സാധനമാണ് ഗ്യാസ് ചേംബർ എന്ന് മനസ്സിലാക്കാം. കണ്ടെത്തിയതിന്റെ പിന്നിൽ ഉണ്ടായിരുന്ന ഒരു സംഗതി, അത്രയും ആളുകളെ വെടിവെച്ച് കൊല്ലാൻ ചെലവ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ്. കൂടുതൽ വെടിയുണ്ട വേണം, കൂടുതൽ തോക്കുകൾ വേണം, കൂടുതൽ ആളുകളുടെ മനുഷ്യാധ്വാനം വേണം. അത്രയും പേര്, എത്ര പേരെ വെടിവെച്ച് കൊല്ലണോ അത്രയും പേര് ഇപ്പുറത്ത് തോക്കുമായിട്ട് നിൽക്കണ്ടേ? AK-47 കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇപ്പുറത്ത് തോക്കുമായിട്ട് നിന്ന് അത്രയും പേരെ വെടിവെച്ച് കൊല്ലണം. ഒരു നിര ആൾക്കാരെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ അവരെ മാറ്റണം. അത് കഴിഞ്ഞിട്ട് അടുത്ത നിര ആൾക്കാരെ വെടിവെച്ച് കൊല്ലണം. അപ്പൊ വെടിവെച്ച് കൊല്ലാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തില് ഗ്യാസ് ചേംബർ കണ്ടുപിടിച്ചത് എന്നും പറയാം. അപ്പൊ അതും ഒരു സംഗതിയാണ്. അപ്പൊ കുറ്റം നമുക്ക് മനസ്സിലായി, എന്താണ് കുറ്റം എന്ന് മനസ്സിലായി.